Hello friends, I'm Maverick. Toxic, a fairy tale for grown-ups. ഇതിന് ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ് എന്നല്ല, ടോർച്ചർ ഫോർ ഗ്രോണപ്സ് എന്ന് വേണം പറയാൻ. അമ്മാതിരി ജാതി വധം പടം. 3.25 മണിക്കൂർ ഇരുന്ന് അത് പ്രേക്ഷകർക്കറിയാം അതിനെന്ത് മാത്രം സഹിച്ചു എന്നുള്ളത്. ഡയറക്റ്റഡ് ബൈ ഗീതു മോഹൻദാസ്. Say it. Written by Geetu Mohandas alongside Yash and Vinay Shivagange. Yeah. Music by Ravi Basur along with two more people, Vishal and Tanishq. Produced by Venkat K. Narayan and Yash. Cinematographer by Sanjeev Ravi. Editor by Ujjal Kulkarni. KGF Part 1 and KGF Part 2 ന് ശേഷം വരുന്ന യഷിൻ്റെ ഒരു ബിഗ് ബഡ്ജറ്റ് മാസ് ആക്ഷൻ പാൻ ഇന്ത്യൻ മൂവി അതായിരുന്നു ടോക്സിക് എന്ന് പറയുന്നത്. ഡയറക്റ്റഡ് ബൈ ഗീതു മോഹൻദാസ് ആഫ്റ്റർ മൂത്തോൻ കണ്ടവർക്കറിയാം അത്യാവശ്യം നല്ലൊരു ക്ലാസിക് പടമായിരുന്നു. ബട്ട് പേഴ്സണലി ഒരുപാട് പേർക്ക് അത് കണക്റ്റ് ആയില്ല ബിക്കോസ് ഓഫ് ദ സ്റ്റോറി തീമും കാര്യങ്ങളും, ബിക്കോസ് ഓഫ് ദെയർ ഓൺ പേഴ്സണൽ റീസൺസ്. ബട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവി. അതുപോലെ ഒരുപാട് ഗ്രേറ്റ് മൂവീസ്, ഒരുപാട് നല്ല പടങ്ങളും ഒരു ഷോർട്ട് ഫിലിം വരെ, ഗംഭീര ഷോർട്ട് ഫിലിം വരെ എടുത്തിട്ടുള്ള ആളാണ് ഗീതു മോഹൻദാസ്. സോ ഇവർ കൊളാബറേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ബട്ട് ഐ ഷുഡ് സേ ഇറ്റ് വാസ് സോ ഡിസപ്പോയിൻറ്റിങ്. നമ്മുടെ ചങ്ങായി പറയുന്ന പോലെ ഒരു എന്താ പറയുക, ഒരു നിർവികാര പടം. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ കണക്ഷനോ അറ്റാച്ച്മെൻറ്റോ ഒന്നും നമുക്ക് ക്യാരക്ടേഴ്സായിട്ട് വരുന്നില്ല. ഈ വെറുതെ പെമ്പിളാരൊക്കെ വെറുതെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താ പറയുക, ഒരു ഉപകരണമായിട്ട് മാത്രം. ജസ്റ്റ് എന്താ പറയുക, ഈ പക്ക ടോക്സിക് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടോക്സിക് മസ്കുലിനിറ്റി, ടോക്സിക് ഫെമിനിറ്റി, ഒരു ടോക്സിക് ക്യാരക്ടർ എല്ലാം കാണിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ബയാസ് ബൈ ജെൻഡർ. അത് ടോക്സിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ബയാസ് ബൈ ജെൻഡർ കാണിക്കുകയാണ്. പക്ഷേ ഇതുപോലെ ടോക്സിക് മസ്കുലിനിറ്റി പടങ്ങൾ ഓഫ് കോഴ്സ് ഒരുപാട് പേര് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത് നമുക്ക് പെട്ടെന്ന് ഒരാളെ എത്തുന്ന സന്ധ്യ പെട്ടി വാങ്ങാൻ പറ്റിയാണ്. ഇത് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് കമ്പാരിസൺ വെച്ചത് ഇത് വെച്ചാണ്. ബട്ട് ഐ ഷുഡ് സേ അതൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പടങ്ങളല്ല. ഇത് വെറുതെ ഒരു സ്ത്രീകൾക്കൊരു എന്താ പറയുക, ക്യാരക്ടേഴ്സിനൊക്കെ വെറുതെ ഒരു ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നു ചുമ്മാ നായകന്മാർക്കിട്ട് കളിക്കാനുള്ളൊരു ഉപകരണം പോലെ. ചുമ്മാ ആവശ്യമില്ല എന്തിനോ വേണ്ടി കുറേ വെടി, പുക, വെട്ട്, കുത്ത്, പ്ലക്കല്, എന്തൊക്കെയോ. പിന്നെ ഈ വീഡിയോ റിലീസ് ചെയ്യുമ്പം ഇത് പേഴ്സണൽ എനിക്കൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്. അഡൽസിൻ്റെ വീഡിയോ എന്ന് പറയുന്നുണ്ട്. ബട്ട് ഐ ഷുഡ് സേ ഇവിടെ ഈ പടം അഡൽസ് കാണാവുള്ളൂ, കുട്ടികൾ മാക്സിമം കാണരുത് എന്നുള്ള രീതിയിലൊക്കെ പറയണം വിചാരിച്ചാണ്. പക്ഷേ ഈ പടം കണ്ടതിന് ശരിക്കും തോന്നി കുട്ടികൾ പോയിട്ട് അഡൽസ് പോലും ഇത് കാണുന്നില്ല. കാരണം അത്രയ്ക്ക് ഒരു എന്താ പറയുക, അത്രയ്ക്ക് ഒരു തേങ്ങ ആലമ്പ് പടം. സത്യം പറയാൻ നല്ല വിഷമമുണ്ട്. കാരണം ജഷിനെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു, ബോത്ത് ഓഫ് സ്ക്രീൻ ആൻഡ് ഓൺ സ്ക്രീൻ. പക്ഷേ എന്ത് ചെയ്യാൻ, ഇതാണ് അവസ്ഥ പടത്തിൻ്റെ. നമുക്ക് ഉള്ളത് പറഞ്ഞാലേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഇത് മുമ്പ് കുറേ ഇതുപോലെ പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മേലെ വരും ഇത്. തീരെ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവസാനമൊക്കെ ഇങ്ങനെ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് അറിയത്തില്ല. ചില സീനൊക്കെ കണ്ടപ്പോൾ നമുക്ക് തഗ് ലൈഫൊക്കെ ഓർമ്മ വന്നു. അത് ട്രെയിലറിൽ നിന്നേ ഓർമ്മ വന്നതാണ്. മറ്റേ കമലഹാസന് തഗ് ലൈഫിൻ്റെ മറ്റേ അശ്വന്തോക്ക് പറയുന്നാലും ഉണക്ക് സക്കരവാദി ഇറുക്കുക, അത് സക്കരവാദി താത്ത, അതിൻ്റെ കുറേ ഇതൊക്കെ വന്ന് കുറേ നമുക്ക് അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ ഒരു ഷാഡോ അടിച്ച്. പിന്നെ ഒരു സർക്കസ്, പഴയ വിൻറ്റേജ് ഇതൊക്കെയാണ് കാണുന്നത്. വിൻറ്റേജ് ടൈം പീരീഡാണ്. പഴയ കുറേ ഒരു സർക്കസിൻ്റെ സീൻ, ബാറ്, അത് എന്താ പറയുക, വെടി, പുക. പിന്നെ നമ്മൾ ട്രെയിലറിൽ മറ്റേ ഇൻട്രൊഡക്ഷൻ ഓഫ് റായൽ കണ്ട ചില ആ സീന് തിയേറ്ററിൽ ഒരു എന്താ പറയുക, കാണാൻ പോയവരൊക്കെ ആകെ ചത്ത അവസ്ഥയിലിരിക്കുകയായിരുന്നു. പടം തീർന്നപ്പോൾ പക്ഷെ ഭയങ്കര കൈയടിയായിരുന്നു, കൈയടി ബഹളമായിരുന്നു. പടം തീർന്നുണ്ട് ആശ്വാസം കൊണ്ട്. എനിക്ക് യശനോട് പറയാനുള്ളത്, യശനോട് മാത്രമല്ല ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. കാരണം ഒരു KGF ഏതെങ്കിലും ഒരു അത്യാവശ്യം ഒരു ബിഗ് ബഡ്ജറ്റ് പടം, ഇപ്പോൾ പ്രഭാസ് തന്നെ ആവട്ടെ, KGF, ബാഹുബലി, ഇപ്പോൾ പുഷ്പ, പുഷ്പ, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും ഇപ്പോൾ ബ്രഹ്മാണ്ഡം പടങ്ങൾ മാത്രമേ പിടിക്കത്തുള്ളൂ. ഒരു ചെറിയ ബഡ്ജറ്റ് പടം അത് പിടിക്കുന്നില്ല. അവരുടെ സ്കെയിലേ മാറിയ പോലെയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാതരം നല്ല സിനിമകൾ വന്നത് എല്ലാതരം റോളുകളും ചെയ്യണം. അതാണ് ഒരു ആക്ടറിൻ്റെ വേഴ്സറ്റാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലാലേട്ടനൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അദ്ദേഹം
ലൂസിഫറിൽ ഖുറേഷി എബ്രാഹിമായിട്ട് ഇൻ്റർനാഷണൽ ഗ്യാങ്സ്റ്ററായിട്ട് ഇൻ്റർനാഷണൽ സ്മഗ്ലറായിട്ടും അഭിനയിക്കും. എന്നാൽ തുടരുമ്പോൾ സാധാരണക്കാരൻ ഷൺമുഖൻ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് അഭിനയിക്കും. അതുപോലെ ഇപ്പം പക്ഷെ ബാക്കിയുള്ളവരെല്ലാം ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് മാത്രം പോയിരിക്കുകയാണ്. എനിക്ക് പറഞ്ഞ ബ്രഹ്മാണ്ടം നിർത്തുക, നല്ല പടങ്ങൾ വരട്ടെ. നല്ല ഇപ്പോൾ ഒരുപാട് ആസ്പയറിങ് ഡയറക്ടേഴ്സും ഫിലിം മേക്കേഴ്സ് റൈറ്റേഴ്സൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അവസരം കൊടുക്കുക. ക്ലൈമാക്സിലൊക്കെ എന്തൊക്കെയാണ് കാണിച്ചതെന്ന് ഒരു പിടിയില്ല. ഇങ്ങേരെ അന്യനൊക്കെ ആവും, യശ് ക്ലൈമാക്സിൽ അന്യനൊക്കെ ആവും, എന്തൊക്കെയോ ഉണ്ട്. ഇതിൻ്റെ പോക്ക് കണ്ടപ്പം ഇപ്പം എല്ലാ പടങ്ങളിലും ഒരു അവസാനം ഇടുന്നൊരു ക്ലീശയാണല്ലോ ഈ സെക്കൻഡ് പാർട്ട്. ഒന്ന് പേടിച്ചു. ഇനി അതുണ്ടത് അതില്ല, ഇതുവരെ ഇട്ടിട്ടില്ല. ഇനി വരുമെന്നുള്ളത് അറിയത്തില്ല, എൻ്റെ അറിവ് കാണാൻ സാധ്യതയില്ല. വരുത്തില്ല, ഇനി വരാൻ പോകുന്നില്ല. ഇതിൻ്റെ തന്നെ അവസ്ഥ ഇങ്ങനെയായി, അതുകൊണ്ട് അറിയത്തില്ല. സോ ദാറ്റ്സ് മൈ ഒപ്പീനിയൻ അബൌട്ട് ടോക്സിക്. പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ, ടേക്ക് കെയർ.